നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒമാനിൽ കോവിഡ്-19 രോഗബാധ സ്ഥിരീകരിച്ച മലയാളി യാത്ര ചെയ്തത് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന്. ഈ മാസം 12 രാവിലെ 8:40 കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട G855 നമ്പർ ഗോ എയർ വിമാനത്തിലാണ് അദ്ദേഹം യാത്ര ചെയ്തത്. 16 ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇദ്ദേഹം യാത്ര ചെയ്ത ദിവസം കണ്ണൂർ വിമാനത്താവളത്തിലെ ഗോ എയർ കൗണ്ടറിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കുമെന്ന് കിയാൽ മാനേജിംഗ് ഡയറക്ടർ അറിയിക്കുകയുണ്ടായി. ഉദ്യോഗസ്ഥരെ നിരീക്ഷണത്തിലാക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട്. ഒമാനിൽ മലയാളിക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയുള്ള വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ കണ്ണൂർ വിമാനത്താവളത്തിലെ അധികൃതരെയും ഒപ്പം ഒമാനിലെ വിമാനത്താവളത്തിലെ അധികൃതരെയും ഇതിനോടകം തന്നെ കാര്യം വിശദീകരിച്ചു കഴിഞ്ഞു. രോഗബാധിതരുടെ എണ്ണം 34 ഉയർന്നിരിക്കുകയാണ്. ഒമാനിൽ 12 പേർ ഇതിനോടകം തന്നെ സുഖം പ്രാപിച്ചു കഴിഞ്ഞു. 8 സ്വദേശികൾക്കും ഒരു താമസക്കാരനും ഈ മാസം 18 രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇതിൽ 7 പേരും വിദേശയാത്ര നടത്തിയവരാണ്. ഇതേ തുടർന്ന് കർശന നിയന്ത്രണമാണ് ഒമാനിൽ പുലർത്തിപ്പോരുന്നത്. ഒപ്പം സൗദിയിൽ കോവിഡ്-19 വ്യാപനം തടയുന്നതിനുള്ള ശക്തമായ ശ്രമത്തിന്റെ ഭാഗമായി 14 ദിവസത്തേക്ക് ആഭ്യന്തര വിമാനങ്ങൾ, ട്രെയിനുകൾ, ബസ്സുകൾ, ടാക്സികൾ തുടങ്ങി പൊതുഗതാഗതങ്ങളെല്ലാം താൽക്കാലികമായി നിർത്തിവെക്കുകയുണ്ടായി. മാർച്ച് 21 ശനിയാഴ്ച രാവിലെ 6 മണി മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരികയെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞു. സൗദിയിൽ ഇതുവരെ 274 കോവിഡ്-19 ബാധിതരുണ്ടെന്നാണ് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നത്. സർക്കാർ ഏജൻസികൾ, പൊതു സ്വകാര്യ ആരോഗ്യ രംഗത്തുള്ള ബസ് സർവീസുകൾ, വാണിജ്യ സ്ഥാപനങ്ങളുടെ ജീവനക്കാരെ കയറ്റുന്ന വാഹനങ്ങൾ, മറ്റു മാനുഷിക സുരക്ഷാ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നവ എന്നിവ യാത്രാ നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.